സ്വാഗതം. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാജീവ് കുമാർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്നത്. BJP കുട പിടിച്ചുകൊണ്ട് 2024 നടന്ന ഇലക്ഷനുകളിൽ അട്ടിമറി നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ സഹായിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കെയാണ് രാജീവ് കുമാർ യാത്രയാവുന്നത്. പക്ഷെ ആ യാത്രയയപ്പ് ചടങ്ങിൽ BJPക്ക് ഒരു കൊട്ട് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും അനുയോജ്യമായ ഒരു ബലിയാടായി മാറിയിരിക്കുന്നു എന്നാണ് രാജീവ് കുമാറിന്റെ വാക്കുകളിൽ വ്യക്തമായത്. കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും പറയുന്നത് പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും. യഥാർത്ഥത്തിൽ ഖേദമാണ് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പും വോട്ടെണ്ണലും പുരോഗമിക്കുന്നതിനിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ടെന്നും എന്നാൽ കമ്മീഷൻ സംയമന നയം പിന്തുടരുകയായിരുന്നു എന്നുമാണ് രാജീവ് കുമാർ പറഞ്ഞത്. രാജീവ് കുമാർ 2020 സെപ്റ്റംബറിൽ ECIയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചേരുകയും 2022 മെയ് മാസത്തിൽ ഇന്ത്യയുടെ 25ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേൽക്കുകയും ചെയ്തു. തന്റെ കാലാവധിയിൽ 31 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തിരഞ്ഞെടുപ്പ് നടത്തി. 2022 രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകൾ, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ എന്നിവയുടെയൊക്കെ ഭാഗമാവുകയും ചെയ്തു. ഈ കാലയളവിലൊക്കെ തന്നെ BJP നേതാക്കൾ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കമ്മീഷൻ അതൊക്കെ വെറുതെ നോക്കിയിരിക്കുകയായിരുന്നു. കമ്മീഷന്റെ നിഷ്പക്ഷതയെയും സുതാര്യതയും ചോദ്യം ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ഉൾപ്പെട്ട ഒരു ഇലക്ഷനായിരുന്നു 2019 ഉണ്ടായിരുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം നടന്ന ഈ തിരഞ്ഞെടുപ്പിൽ വീരമൃത്യു വരിച്ച സൈനികരെ പ്രചാരണ ആയുധമാക്കി ഉപയോഗിക്കുകയായിരുന്നു BJP. ഈ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനവുമായി സംബന്ധിച്ച് നിരവധി പരാതികളായിരുന്നു അമിത്ഷായുടെയും മോദിയുടെയും അടക്കം പേരിൽ വന്നിരുന്നത്. ഇവരെയൊക്കെ കുറ്റവിമുക്തരാക്കുന്ന രീതിയിലുള്ള തീരുമാനമായിരുന്നു അന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പുറപ്പെടുവിപ്പിച്ചത്. അന്നത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യയെ ആദായ നികുതി കേസിൽ ഉൾപ്പെടുത്തിയതോടെ അതവിടെ കെട്ടടങ്ങുകയായിരുന്നു. രാജീവ് കുമാറിനെ പരിഹരിക്കാൻ സാധിക്കാത്ത നിരവധി പരാതികൾ ഇക്കാലത്ത് നിലനിൽക്കുന്നുണ്ട്. അവയൊന്നും പരിഹരിക്കപ്പെടാതെ അതിൽ ഇടപെടാതെയാണ് രാജീവ് കുമാർ പടിയിറങ്ങുന്നത് എന്നത് ശ്രദ്ധേയകരമായ ഒരു കാര്യം തന്നെയാണ്.